നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിലെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല സംരക്ഷണം നാടിന്റെ ആവശ്യമെന്ന തൊടുപുഴ MLA PJ ജോസഫ് വഴുത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പള്ളിത്താഴത്ത് സായാഹ്ന ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM സലീം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഖാദി ബോർഡ് എംപ്ലോയീസ് യൂണിയന്റെ 59ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴ ഉമ്മൻചാണ്ടി നഗറിൽ സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിലെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. സഹകരണ മേഖലയെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്ന ചട്ടം ഭേദഗതികൾ പിൻവലിക്കുക, കേരള ബാങ്കിന്റെ ദീർഘവീക്ഷണമില്ലാത്ത നടപടികൾ വഴി സഹകരണ മേഖലയെയും ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയെയും ബാധിക്കുന്ന നയങ്ങൾ പുനഃപരിശോധിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചെറുതോണിയിലെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് പടിക്കലേക്ക് KCEF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സഹകരണ മേഖലയൊക്കെ നന്നായി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ആളുകളുടെ ചരിത്രമല്ല. ഈ മേഖല ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഇതിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയിട്ടും നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സമരപരിപാടികൾ അതുമായി മുമ്പോട്ട് പോകാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ സമരപരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. ഇന്ന് കേരളത്തിലെ സഹകരണ മേഖല മുഴുവൻ തകർന്ന് നാശം വന്നിരിക്കുകയാണ്. ഈ സഹകരണ മേഖലയെ ഈ നിലയിൽ കുട്ടിച്ചോറാക്കി മാറ്റിയതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേത് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ദാർഷ്ട്യമാണ് കേരളത്തിൽ കേരള ബാങ്ക് ഉണ്ടാക്കണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ ദാർഷ്ട്യം കൊണ്ട് മാത്രമാണ് കേരള ബാങ്ക് എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ ജില്ലാ ബാങ്കുകളെ മുഴുവനും ഇല്ലെന്നാക്കിക്കൊണ്ട് കേരള ബാങ്കിലേക്ക് പോയത്. കേരള ബാങ്ക് ഉണ്ടാക്കിയതിന്റെ പേരിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ എന്ത് പ്രയോജനം കിട്ടിയിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയുവാൻ അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിന് ധാർമ്മികമായിട്ടുള്ള ബാധ്യതയുണ്ട്. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഷാജൻ ജോസഫ്, സംസ്ഥാന സെക്രട്ടറി എബ്രഹാം കുര്യാക്കോസ്, അജേഷ് P. രാജ്, ജിനോഷ് K. ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. സഹകരണ മേഖലാ സംരക്ഷണം നാടിന്റെ ആവശ്യമെന്ന തൊടുപുഴ MLA PJ ജോസഫ് വഴുത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം MP അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ്, ബാങ്ക് പ്രസിഡന്റ് ക്ലമന്റ് ഇമാനുവൽ, PC ജോസഫ് XMLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വഴുത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. 100 വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും വ്യക്തികൾ അർപ്പണബോധത്തോടുകൂടി ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. 1925
പ്രവർത്തനം ആരംഭിച്ച ഈ സഹകരണ പ്രസ്ഥാനം ഇടുക്കിയിൽ തന്നെ ആദ്യത്തെ ഒരു സഹകരണ പ്രസ്ഥാനമായി കണക്കാക്കാം. ഇക്കാലം അത്രയും ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ചു ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷകർക്ക് സേവനം ചെയ്തിട്ടുള്ള ഈ സ്ഥാപനത്തിൽ ഈ ശതാബ്ദി ആഘോഷിക്കുന്ന അവസരത്തിൽ എല്ലാ ഭാവങ്ങളും നേടി. സഹകരണ മേഖലയുടെ സംരക്ഷണം നാടിന്റെ ആവശ്യമാണെന്നും അതിന്റെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കണമെന്നും ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് വഴുതല സർവീസ് സഹകരണ ബാങ്കെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം MP അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് സഹകരണ സന്ദേശം നൽകി. ബാങ്ക് പ്രസിഡന്റ് ക്ലമന്റ് ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു. PC ജോസഫ്, XMLA, മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ്, പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ, മണക്കാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ TC ജോബ്, ബാങ്ക് മുൻ പ്രസിഡന്റ് KL തോമസ്, തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഗീത VN എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് സോമി വട്ടക്കാട്ട് സ്വാഗതവും സെക്രട്ടറി റെജി N. എബ്രാഹിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വഴുതല. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ചേലച്ചുവട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന പരിപാടി KPCC അംഗം ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. മാഫിയ സംരക്ഷകനായി മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. KPCC അംഗം ജോയി തോമസ് പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആ മുഖ്യമന്ത്രി പറഞ്ഞയാളത് അന്വേഷിച്ചിട്ട് ആ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹത്തിന് അറിയത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ക്രമസമാധാന നിലയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി വിവാദപരമായ പ്രസ്താവനകളാണ് പലപ്പോഴും നടത്തുന്നത്. അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത്. പോലീസ് അതിന്റെ നടപടി അനുസരിച്ച് മുമ്പോട്ട് പോകും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ MLA-മാർ പീഡന കേസിൽ പ്രതിയായപ്പോൾ അദ്ദേഹം പറയുന്നത് അതും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അത് അറിയത്തില്ലായിരിക്കും. MLA-മാരെയും മന്ത്രിമാരെയും വിരട്ടി മാഫിയയെ സംരക്ഷിക്കുന്ന നയമാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോബി ചാലിൽ സ്വാഗതവും സോയിമോൻ സണ്ണി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ആഗസ്തി അഴകത്ത്, MD അർജുൻ, MK പുരുഷോത്തമൻ, ആൻസി തോമസ്, അഗസ്റ്റിൻ ദേവസ്യ, ഇമ്മാനുവൽ CS, PK മോഹൻദാസ്, രാജേശ്വരി രാജൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പള്ളിത്താഴത്ത് സായാഹ്ന ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM സലീം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിവിധ നടപടികളും നയങ്ങളിലും പ്രതിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പള്ളിത്താഴത്ത് സായാഹ്ന ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM സലീം ഉദ്ഘാടനം നിർവഹിച്ചു. മുഴുവൻ ബ്ലോക്കുകളിലും ഇതുപോലെയുള്ള പ്രതിഷേധ ധർണകൾ ഇന്ന് നടത്തുന്നു. നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ കാലാകാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും മാറി മാറി ഭരണത്തിൽ വരാറുണ്ട് എന്ന് നമുക്കറിയാം. അതെല്ലാം കേരളത്തിൽ സാധ്യമാകുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിൽ മതേതരത്വം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് മറ്റുള്ള വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഭരണകൂടങ്ങൾ മാറി മാറി വരാറുള്ളത്. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭരണം
ആ ഭരണത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കും വേണ്ടി മാത്രം നിലപാടുകളെടുക്കുകയും ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. AG ജോർജ്, KP ബാബു, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, PAM ബഷീർ, MS എൽദോസ്, MM അബ്ദുൽ കരീം, ജോർജ് വർഗീസ്, സണ്ണി വേളൂക്കര, പ്രിൻസ് വർക്കി, MA കരീം, അനൂപ് ഇട്ടൻ, എൽദോസ് കീച്ചേരി, അനൂപ് ജോർജ്, അനൂപ് കാസിം, നോബിൾ ജോസഫ്, സത്താർ വട്ടക്കുടി, സീതി മുഹമ്മദ്, ബിനോയ് പുളിനാട്ട്, ഭാനുമതി രാജു, ചന്ദ്രലേഖ ശശിധരൻ, ലൈജു പണിക്കർ, നോബ് മാത്യു, മുഹമ്മദ് കൊളത്താപ്പിള്ളി, MV റെജി, പരീത് പട്ടമാവുടി, ബേസിൽ തണ്ണിക്കോട്ട്, വിൽസൺ പിണ്ടിമന, ബേസിൽ പാറേക്കുടി, സണ്ണി വർഗീസ്, PR അജി, അലി പടിഞ്ഞാറേച്ചാലി, സുരേഷ് ആലപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. KPCC സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. പിണറായി സർക്കാരിന്റെ ഭരണത്തിലും വിവിധ നിലപാടുകളിലും പ്രതിഷേധിച്ചുകൊണ്ട് കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ധർണ സമരം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പ്രയാസത്തിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് തന്നെ ലോകത്തിന് മുന്നിൽ ലജ്ജാകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഈ തരത്തിലുള്ള അഴിമതി എന്ന് പറഞ്ഞാൽ പോരാ, കേൾവിയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, കരുണയില്ലാത്ത, കാരുണ്യമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അവസാനം ഈ വയനാട്ടിലെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കാണാൻ കഴിയും. ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. PC ജോർജ്, സൈജൻ ചാക്കോ, PK ചന്ദ്രശേഖരൻ നായർ, മാമച്ചൻ ജോസഫ്, KC മാത്യൂസ്, ജെയിംസ് കോരമ്പേൽ, നസീർ മുല്ലശ്ശേരി, PSA കബീർ, ബെന്നി പോൾ, ഹാൻസ് പോൾ, ജോബി ജേക്കബ്, ബേബി മൂലൻ, വർഗീസ് കൊന്നനാൽ, PY യൂസഫ്, മേഘ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കവളങ്ങാട്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയെ അഴിമതിയുടെ പൂരപ്പറമ്പാക്കിയ മാർക്സിസ്റ്റ് ഭരണത്തിനെതിരെ 26-ന് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ അറിയിച്ചു. അഴിമതിക്കാരെ രക്ഷിക്കുവാൻ കൗൺസിൽ യോഗത്തിൽ കാണിച്ച ആവേശം സംശയാസ്പദമാണെന്നും അവർ ആരോപിച്ചു. ധർണാ സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ മാർക്സിസ്റ്റ് ഭരണത്തിനെതിരെ 26-ന് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രാജേഷ് ബാബു, MH സജീവ് എന്നിവർ അറിയിച്ചു. ധർണാ സമരം രാവിലെ 10-ന് DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്യും. കൗൺസിലിനെ നോക്കുകുത്തിയാക്കി ഇഷ്ടക്കാർക്കും പാർട്ടിക്കാർക്കും പൊതുഖജനാവിലെ ലക്ഷങ്ങൾ എഴുതിക്കൊടുത്ത ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിൽ വെളിപ്പെട്ടത്. ഈ പകൽക്കൊള്ളയ്ക്കെതിരെ CPM കൗൺസിലർമാർ പോലും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട സാഹചര്യത്തിലും അഴിമതി മൂടിവെക്കുവാൻ ഒരുപറ്റം ഇടത് കൗൺസിലർമാർ രംഗത്ത് വന്നത് അത്തരക്കാർ ഈ അഴിമതിയുടെ വിഹിതം പങ്കുവെച്ചതിനാലാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നഗരം നരകമാക്കിയ CPM ഭരണത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കുവാൻ കിട്ടിയ അവസരം നഷ്ടമാക്കി 8 പേരുടെ മാത്രം പിന്തുണ ഉണ്ടായിരുന്ന CPM സ്ഥാനാർത്ഥിയെ ചെയർമാനാക്കുവാൻ 5 വോട്ടുകൾ നൽകിയവരും അഴിമതിക്കാരെ രക്ഷിക്കുവാൻ കൗൺസിൽ യോഗത്തിൽ കാണിച്ച ആവേശം സംശയാസ്പദമാണെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ ആരോപിച്ചു. സമരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പട്ടാപ്പകൽ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സ് കുത്തിത്തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ച പ്രതിയെ പിടികൂടി. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് അയ്യപ്പൻ കോവിൽ ഡിവിഷനിലെ സൂപ്പർവൈസർ രാജേഷിന്റെ ക്വാർട്ടേഴ്സിലാണ് മോഷണം നടന്നത്. ഉടൻ തന്നെ വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. ഇയാൾ മുമ്പും മോഷണക്കേസിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചുരക്കുളം എസ്റ്റേറ്റിലെ അയ്യപ്പൻ കോവിൽ ഡിവിഷനിലെ സൂപ്പർവൈസർ രാജേഷിന്റെ ക്വാർട്ടേഴ്സാണ് പകൽ മോഷ്ടാവ് കുത്തിത്തുറന്നത്. ചൊവ്വാഴ്ച 10 മണിയോടെയാണ് മോഷണം നടന്നത്. രാവിലെ ചായ കുടിച്ചതിന് ശേഷം സൂപ്പർവൈസറായ രാജേഷ് ജോലിക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് വേണ്ടി ക്വാർട്ടേഴ്സിൽ വന്നപ്പോഴാണ് കതകിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ അലമാര കുത്തിത്തുറന്ന നിലയിലായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2.5 പവൻ സ്വർണം 3000 രൂപയും നഷ്ടപ്പെട്ടതായി രാജേഷിന് മനസ്സിലായി. തുടർന്ന് എസ്റ്റേറ്റ് അധികൃതരെയും പോലീസിനെയും വിവരമറിയിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന് സ്റ്റാഫായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 മാസത്തിൽ ഞാൻ ഈ ക്വാർട്ടേഴ്സിൽ ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നത്.
അപ്പോൾ ഈ ഓണാവധിക്ക് പിള്ളേരുമായിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം പിള്ളേരും വൈഫും കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് രാവിലെ തിരിച്ചു വന്നു. ഡ്യൂട്ടിക്ക് 8 മണിക്ക് ഡ്യൂട്ടി കയറിയിട്ട് രാവിലെ 9:35 ഞാൻ കാപ്പി കുടിക്കാൻ വന്നപ്പോൾ ഇതുവഴി ഒരാളിങ്ങോട്ട് പോകായിരുന്നു. പക്ഷേ പുള്ളി നമുക്ക് ഇതൊന്നും കണ്ടിട്ട് പരിചയമൊന്നുമില്ല. അപ്പോൾ പുള്ളി എന്നോട് സമയം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 9:35 എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചാൽ അവൻ പോയതിനു ശേഷം വീണ്ടും ഞാൻ കാപ്പി കുടിച്ചിട്ട് 10 മണിയാകുമ്പോൾ ഞാൻ ഫീൽഡിൽ പോയിട്ട് പിന്നെ അവിടുത്തെ കുളുന്ത് വെയിമെന്റ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി 12 മണിക്ക് വന്നപ്പോൾ ഇവിടെ ഞാൻ ലോക്ക് ചെയ്യുന്ന പൂട്ട് തല്ലി പൊടിക്കുകയും മെയിൻ ഡോറ് ഉള്ളിൽ താഴെ ഇട്ടിട്ട് ഞാൻ ഉള്ളിൽ കയറാത്ത രീതിയിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ സംശയത്തിൽ പുറകെ കൂടി പോയപ്പം പുറകിലെ ഡോറ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അന്നേരം തന്നെ ഞാൻ ഇവിടുത്തെ ഫീൽഡ് ഓഫീസർ ശാന്തകുമാർ എന്ന് പറഞ്ഞ സാറെ വിളിച്ച് ഞാൻ പിന്നെ ഇവിടുത്തെ ജോലി ചെയ്യുന്നു. ഉടൻ തന്നെ വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണവും ആരംഭിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് നടന്നയാളെക്കുറിച്ച് വഴിയാത്രക്കാർ എസ്റ്റേറ്റ് അധികൃതരോട് വിവരം ധരിപ്പിച്ചിരുന്നു. ഇതിനനുസരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ മുമ്പും മോഷണ കേസിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് കൂടുതൽ അന്വേഷണത്തിനായി വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ ഉള്ളവർ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കേരള സ്റ്റേറ്റ് ഖാദി ബോർഡ് എംപ്ലോയീസ് യൂണിയന്റെ 59ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴ ഉമ്മൻചാണ്ടി നഗറിൽ സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. MLA എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് ഖാദി ബോർഡ് എംപ്ലോയീസ് യൂണിയന്റെ 59ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം ഉമ്മൻചാണ്ടി നഗറിൽ വെച്ച് നടത്തി. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ നടന്നു കഴിഞ്ഞു. എങ്ങനെ ഒരു ഗവൺമെന്റിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സംശയം. ലോകമുണ്ടായി ഇന്ന് വരെ ഒരിക്കൽ പോലും അനുഭവമില്ലാത്ത പല കാര്യങ്ങളും ഇവിടെ നടന്നു. അതാണ് സ്ഥിതി. അപ്പോ ഖാദി ബോർഡ് എന്നുള്ള ഈ പ്രസ്ഥാനത്തെ നിലനിർത്താൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളിവിടെ ജീവനക്കാരായി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അനുയായിയായി അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സെക്കൻഡ് കമാൻഡ് എന്നൊക്കെയാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഇന്നൊക്കെ അതൊക്കെ വ്യത്യാസമുണ്ടെന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇത് തന്നെയുമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ നേതാവായതുകൊണ്ട് മാത്രമാണ് ആ സ്ഥാനത്ത് വന്നത്. പക്ഷേ പ്രസ്ഥാനത്തെ നിലനിർത്തണം, സർക്കാരിന്റെ ഒരു സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ബോർഡ് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം അത് രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ കൂടി ഒരു പ്രശ്നമാണ് എന്ന് കരുതിക്കൊണ്ട് ഏറ്റവും നല്ല നിലയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടയാള് ഇതിന്റെ വിഷയമാണ്. MLA എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു, KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു, കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ്, KBEU വർക്കിംഗ് പ്രസിഡന്റ് ഹേമകുമാർ, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ്, KGOU ജില്ലാ ട്രഷറർ രൈജേഷ് ബേബി, KBEU സെക്രട്ടറി അനു, KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ, മനോജ് കുമാർ, ഷാഹുൽ ഹമീദ്, അസാദ് എന്നിവർ ആശംസ നേർന്നു. KBEU ജനറൽ സെക്രട്ടറി BS രാജീവ് സ്വാഗതവും ട്രഷറർ ശ്യാംകുമാർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഈ രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കൊടുത്തുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു മാഫിയ സംഘത്തിന്റെ തലവനാണ് പിണറായി വിജയനെന്ന് UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജകുമാരിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ് നേതൃത്വം നൽകി.
മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരിയിൽ പ്രതിഷേധ കൂട്ടായ്മയും പ്രകടനവും നടത്തിയത്. UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. RSSുമായി അന്തർധാര ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഒറ്റുകൊടുത്ത് ഭരണം നടത്തുന്ന ഒരു മാഫിയ സംഘത്തിന്റെ തലവനാണ് പിണറായി വിജയനെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയന് ആ കസേരയിൽ ഇരിക്കാൻ ധാർമ്മികമായ യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ രാജിവെക്കണം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിലെ ഏറ്റവും പ്രധാനമായും RSSുമായി അന്തർധാരയുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഒറ്റുകൊടുത്തുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു മാഫിയ സംഘത്തിന്റെ തലവനാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് ഭരണക്കസേരയിൽ ഇരിക്കുന്നതിനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് അദ്ദേഹം രാജിവെക്കണം എന്ന് പറയുന്നതിന്റെ ആധാരം അതുതന്നെയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, നിയോജകമണ്ഡലം ചെയർമാൻ ബെന്നി തുണ്ടത്തിൽ, DCC അംഗം ഷാജി കൊച്ചുകരോട്ട്, മണ്ഡലം പ്രസിഡന്റുമാരായ ജോഷി കന്യാകുഴി, R വരദരാജൻ, ബെന്നി കുര്യൻ, ബിജു ഇടയ്ക്കാർ, റോയി ചാത്തനാട്ട്, ബ്ലോക്ക് സെക്രട്ടറി സാജോ പന്തത്തല, ഗീത വരദരാജൻ, ജനപ്രതിനിധികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ച ഭൂമിയാകുളം കേശമുനി ഓക്സ്ഫോർഡ് കവല റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാഴത്തോപ്പ് 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഭൂമിയാകുളം ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീമും പഞ്ചായത്ത് പടിക്കൽ നടന്ന ധർണാ സമരം KPCC അംഗം AP ഉസ്മാനും ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ 2, 5, 6 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഭൂമിയാങ്കുളം കേശമുനി ഓക്സ്ഫോർഡ് റോഡ് ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ചിട്ട് 2 വർഷം പിന്നിട്ടു. ഇതുവരെയും റോഡ് പുനർനിർമ്മിക്കുവാനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ഭൂമിയാങ്കുളം ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം ഉദ്ഘാടനം ചെയ്തു. നാറിയ സമീപനം അവസാനിപ്പിക്കണമെന്നും ഈ റോഡ് എത്രയും പെട്ടെന്ന് പുനർക്രമീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് നടന്ന പഞ്ചായത്ത് ധർണാ സമരം DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ അനക്കനാട്ടിന്റെ അധ്യക്ഷതയിൽ KPSC അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. റിയാസിന്റെ കയ്യിലെത്തുമെന്ന് പറഞ്ഞാൽ അത് നേരെ വീണാ വിജയന്റെ അക്കൗണ്ടിലെത്തും, പിണറായി വിജയന്റെ തറവാട്ടിലേക്കെത്തും. ആ കോൺട്രാക്ടർമാരുടെ സംഘം ടെൻഡർ എടുത്ത ഉടനെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്ന പണമെല്ലാം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ ചെയ്യുന്ന പണിയുടെ പണം അഡീഷണൽ കൊടുക്കാൻ ഗവൺമെന്റിൽ പണമില്ല. അവർക്ക് കൊടുത്ത രഹസ്യമായ നിർദ്ദേശം, നിങ്ങൾ ഈ നാട്ടിലേക്ക് വരണം. പണിയെടുത്തിട്ടുള്ള കോൺട്രാക്ടർമാർ നാട്ടിലെ പൊതുപ്രവർത്തകരും ആളുകളും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ ഉടനെ വന്ന് ആരംഭിക്കാം, നാളെ വരും, നാളത്തെ കഴിഞ്ഞ് വരും, അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞാലും അവരൊന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. DCC സെക്രട്ടറി MD അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോയി വർഗീസ്, PD ജോസഫ്, KM ജലാലുദ്ദീൻ, റോയി കൊച്ചുപുര, സാലി ബാബു, ആലിസ് ബാബു എന്നിവർ സംസാരിച്ചു. തങ്കച്ചൻ കുന്നങ്കോട്ട്, മുജീബ് റഹ്മാൻ, ടിൻഡു സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് മലയാള നാടകരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹൈറേഞ്ചിന്റെ അനശ്വര കലാകാരൻ KC ജോർജിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, DCC പ്രസിഡന്റ് CP മാത്യു, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, EM ആഗസ്തി, ജോയ് വെട്ടിക്കുഴി, റോമിയോ സെബാസ്റ്റ്യൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി തുടങ്ങി രാഷ്ട്രീയ, സിനിമ, നാടക, സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി പ്രമുഖരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി KCയുടെ ഭവനത്തിലും വള്ളക്കടവ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലും എത്തിയത്. ഈ വർഷത്തെ മികച്ച നാടകരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് മുൻപെയാണ് അദ്ദേഹം വിട പറഞ്ഞത്. അന്തരിച്ച പ്രശസ്ത നടൻ MC കട്ടപ്പനയ്ക്ക് ശേഷം മലയാള നാടക പ്രവർത്തകർ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന പേരുകളിലൊന്നായിരുന്നു KC ജോർജ് കുമ്പങ്കൽ. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അദ്ദേഹത്തിന് മലയാള നാടകരംഗത്ത് വ്യക്തിമുദ്ര പഠിപ്പിക്കുവാൻ സാധിച്ചു. 2 തവണ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ KCയുടെ വേർപാട് കലാകേരളത്തിന് തീരാനഷ്ടമായി മാറി. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക വിഭാഗത്തിലെ മികച്ച നാടക രചയിതാവിനുള്ള അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും അത് ഏറ്റുവാങ്ങുന്നതിന് മുൻപേ KCയുടെ ജീവിതത്തിന് തിരശ്ശീല വീഴുകയായിരുന്നു. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രിക വസന്തം എന്ന നാടകത്തിനാണ് അവാർഡ്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, DCC പ്രസിഡന്റ് CP മാത്യു, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, EM ആഗസ്തി, ജോയ് വെട്ടിക്കുഴി, റോമിയോ സെബാസ്റ്റ്യൻ, തോമസ് രാജൻ, VR ശശി, മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി തുടങ്ങി സിനിമ, നാടക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി പ്രമുഖരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി KCയുടെ ഭവനത്തിലും വള്ളക്കടവ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലും എത്തിയത്. കാൽക്കി മൗണ്ട് ഐക്കര കുടുംബാംഗം ബീനയാണ് ഭാര്യ. ജെറോം, ജെറിറ്റ് എന്നിവർ മക്കളാണ്. കലാകാരനെന്ന നിലയിൽ മാത്രമല്ല മാധ്യമ പ്രവർത്തകനായും ഹൈറേഞ്ചിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായിരുന്ന KC ജോർജ് കമ്പുങ്കൽ കലാകേരളത്തിനും ഹൈറേഞ്ചിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയ്ക്കും നികത്താനാവാത്ത നഷ്ടം ബാക്കിയാക്കിയാണ് KC അതിരുകളില്ലാത്ത ആകാശത്തിന്റെ അനന്തതയിലേക്ക് നടന്നു നീങ്ങുന്നത്. ഈ മലയോര മേഖലയിലേക്ക്, ഇടുക്കിയിലേക്ക് വലിയ അഭിമാനത്തിൻ്റെ തേര് തെളിച്ച ഒരു കലാകാരനായിരുന്ന KC നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക. ആകസ്മികമായ നിര്യാണം നമ്മുടെ സമൂഹത്തെ വളരെയേറെ വിഷമിപ്പിക്കുന്നുണ്ട്. വളർന്നു വരുന്ന കലാകാരന്മാർക്കും എഴുത്തിനോട് ആഭിമുഖ്യമുള്ളവർക്കുമെല്ലാം നോക്കി കാണുവാനും കണ്ടുപിടിക്കുവാനും ഒക്കെ സാധിക്കുന്ന ലളിതമായ ജീവിത രീതിയുടെ ഉടമയായിരുന്നു KC. മാത്രമല്ല, ലക്ഷ്യ സബലീകരണത്തിന് വേണ്ടി ചെറുപ്പം മുതൽ നടത്തിയിട്ടുള്ള അശ്രാന്തമായ പരിശ്രമം KC ജോർജിനെ വിഭിന്നനാക്കുന്നു. സംസ്ഥാനതല അവാർഡ് ജേതാവ് എന്ന രീതിയിൽ നാടകരചനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ആസ്വാദകർക്കും വലിയ ദുഃഖവും വേദനയും ഉളവാക്കിയിട്ടുണ്ട്. ജോർജിൻ്റെ കുടുംബാംഗങ്ങളോടും ജോർജിൻ്റെ നിര്യാണത്തിൽ വിഷമിക്കുന്ന എല്ലാവരോടും ഒത്തുചേർന്ന് അഗാധമായ എൻ്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ബിസിനസ് ന്യൂസ്. ട്രിനിറ്റി ഹോസ്പിറ്റാലിറ്റി സർവീസസ് തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണയിൽ ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യാത്രാക്കപ്പലിൽ ജോലി നേടുന്നതിനായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള പരിശീലനം ഇവിടെ നിന്നും ലഭിക്കുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാഭ്യാസവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള യുവതി യുവാക്കൾക്ക് യാത്രാ കപ്പലിൽ ജോലി നേടുന്നതിനുള്ള ഇന്റർവ്യൂ, ട്രെയിനിങ്ങും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനായി ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സ്ഥാപനം ട്രിനിറ്റി ഹോസ്പിറ്റാലിറ്റി സർവീസസ് തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷൻ ഊന്നുകൽ റോഡിലുള്ള ചെറിയാൻ ആർക്കേഡിൽ പ്രവർത്തനം തുടങ്ങി. ട്രെയിനിങ്ങും കൺസൾട്ടൻസി സേവനവും ഇവിടെ ലഭ്യമാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു.
തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ട്രഷറർ R രമേശ്, ബ്ലോക്ക് പ്രസിഡന്റ് NP ചാക്കോ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സാലി S മുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ട്രിനിറ്റി ഹോസ്പിറ്റാലിറ്റി സർവീസസ് എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയങ്ങളും ഭാവുകങ്ങളും ഞങ്ങൾ ഈ സമയത്ത് എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സ്ഥാപനം ഒരു ട്രെയിനിങ് സെന്റർ എന്ന നിലയിലാണ് പ്രവർത്തിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കപ്പലിലേക്കൊക്കെ നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് പാസ്സായ കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു പരിശീലനം നൽകി അവരെ ഇന്റർവ്യൂവിനൊക്കെ പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള IELTS പോലെ മറ്റ് കോച്ചിങ് സർവീസസ് പോലുള്ള ഒരു സ്ഥാപനമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് പ്രത്യേകമായി കോച്ചിങ് കൊടുക്കുന്ന, അതിൽ എലിജിബിലിറ്റി തെളിയിച്ച് തുടർന്നുള്ള ഇന്റർവ്യൂവിനെല്ലാം പ്രാപ്തനാക്കുന്ന വിധത്തിലുള്ള ഈ സംരംഭത്തിന് കൊടുത്തിട്ടുള്ള പേര് തീർച്ചയായിട്ടും അന്വർത്ഥമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും അംഗീകാരത്തോടെ, അനുഭാവത്തോടെ, ആശീർവാദത്തോടെ നമ്മൾ ഉദ്ഘാടന കർമ്മം നാളെ നിർവഹിച്ചതാണെങ്കിലും ഔപചാരികമായി ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ നാട്ടിലെ നിരവധിയായ വിദ്യാർത്ഥികൾക്ക് പഠനം അല്ലെങ്കിൽ ജോലി തേടി പോകുന്ന, തൊഴിൽ തേടി പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി ഈ സംരംഭം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും തൊടുപുഴയിലെ ഒരു മികച്ച രീതിയിൽ എല്ലാ രീതിയിലും ഒരു പ്രശസ്തനായ വ്യക്തിയാണ് ബിനു. അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ഇതിൽ പുതിയൊരു സംരംഭം തൊടുപുഴയിൽ വരികയാണ്. അതിന് ഞങ്ങൾ വ്യാപാരികൾ എല്ലാവിധ സന്തോഷത്തിലാണ്. പുള്ളിക്ക് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിലെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് പടിക്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല സംരക്ഷണം നാടിന്റെ ആവശ്യമെന്ന തൊടുപുഴ MLA PJ ജോസഫ് വഴുത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പള്ളിത്താഴത്ത് സായാഹ്ന ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM സലീം ഉദ്ഘാടനം ചെയ്തു.
മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഖാദി ബോർഡ് എംപ്ലോയീസ് യൂണിയന്റെ 59ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴ ഉമ്മൻചാണ്ടി നഗറിൽ സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.